ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഞാൻ നടന്നോളാം. ഇതാണ് ആ ഞെട്ടിക്കുന്ന വീഡിയോ. കണ്ണൂരിലെ KSUക്കാർ ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSUക്കാർ കയ്യേറ്റം ചെയ്യുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചാൽ 1 ലക്ഷം രൂപ നൽകാമെന്നാണ് അവരുടെ വാഗ്ദാനം. അതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഈ വീഡിയോയിൽ തിരിച്ചു മറിച്ച് നോക്കിയാലും അവരുടെ അടുത്തെങ്ങും KSUക്കാർ എത്തുന്നതായിട്ട് കാണുന്നില്ല. അതിനു മുമ്പ് തന്നെ അവരെ പോലീസുകാർ ലോക്കിടുകയാണ് ചെയ്യുന്നത്. ഏതാനും ആളുകൾ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നതായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ആ വീഡിയോയുടെ ഞാൻ കാണിച്ച വീഡിയോയുടെ അവസാനം തന്നെ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി തൻ്റെ ചുറ്റും നിന്ന പോലീസുകാരോടായിട്ട് പറയുന്നത് നിങ്ങൾ പൊക്കോളൂ, ഞാൻ മുന്നോട്ട് പൊക്കോളാം എന്ന തരത്തിൽ കുറച്ച് ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ഒരു വീണ ജോർജിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് അവർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. അതിനുശേഷം പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത്? അതും ആശുപത്രി ICUയിൽ പോയി കിടക്കാൻ മാത്രം എന്ത് ഗുരുതരമായിട്ടുള്ള കുഴപ്പമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരം വേഷങ്ങളിലൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് സീരിയലുകളിലാണ്. ഇപ്പോൾ സീരിയലിൽ വീട്ടിൽ നിൽക്കുന്ന അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നായികയാണെങ്കിലും ശരി പട്ടുസാരിയൊക്കെ കൊടുത്തായിരിക്കും നിൽക്കുന്നത്. ഇവിടെ ICUയിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രിയും ആശുപത്രിയിൽ ICUയിൽ കിടക്കുമ്പോഴുള്ള വേഷമല്ല ധരിച്ചിരിക്കുന്നതെന്ന് കാണാം. മാത്രമല്ല ഈ ICUയിൽ നിന്ന് വരുന്ന പല ചിത്രങ്ങളും ഞാൻ നോക്കുകയുണ്ടായി. ഒരു രോഗി ICUയിൽ കിടക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ട ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവരുടെ ചുറ്റും നഴ്സുമാരും മറ്റുമൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഓരോ മന്ത്രിമാരും മുൻ മന്ത്രിമാരും MPമാരും ഒക്കെ അവരെ വന്ന് ആളാമിതം കണ്ടിട്ട് പോകുന്നൊക്കെയുണ്ട്. ഇതിനിടയ്ക്ക് ചില നഴ്സുമാർ ഊറിച്ചിരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ ഒരു തരികിട സെറ്റപ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ ഇത്രയേറെ ക്യാമറകളും ഓരോ വ്യക്തിയും ഓരോ മാധ്യമപ്രവർത്തകനാണ് എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാരണം എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യാമറാമാൻ ആവാൻ പറ്റും, വാർത്താ അവതാരകരാകാൻ പറ്റുന്നൊരു കാലമാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ക്യാമറയുണ്ട്, പോരെങ്കിൽ CC ക്യാമറയുണ്ട്. 2026 വർഷം. ഈ വർഷത്തിലും ഇതുപോലുള്ള ഉഡായിപ്പുകൾ അവർക്ക് വിജയകരമായി നടപ്പാക്കാമെങ്കിൽ ഇതൊന്നുമില്ലാത്ത കാലത്ത് എത്രമാത്രം കള്ളങ്ങളുടെ പുറത്തായിരിക്കും ഈ പാർട്ടി നിലനിന്ന് പോയത് എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ അത്ഭുതം തോന്നുന്നു മലയാളിയുടെ പ്രബുദ്ധതയെ ഓർക്കുമ്പോൾ. ഈ ഒരു കാര്യത്തിൽ KSUക്കാരും അല്ലെങ്കിൽ അവരുടെ മൂത്ത കോൺഗ്രസും ഒട്ടും മോശമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രണ്ടുപേരും കൂടി നിലനിൽപ്പിലുള്ള രണ്ടും ഘട്ട കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 1 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ വീഡിയോ കാണിക്കുമ്പോൾ. പക്ഷേ എനിക്ക് പോലും ഇത് തെളിയിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ KSUവിനെ കാണിച്ചിട്ട് നിങ്ങളുടെ ആളുകൾ വീണ ജോർജിനെ ഉപദ്രവിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമാരെന്നെ ചീത്ത വിളിച്ചു ഓടിക്കാനാണ് സാധ്യത. അതിനാൽ ഈ ദൃശ്യം കാണിക്കാം എന്നാണ്, അവരെ കാണിച്ച് 1 ലക്ഷം രൂപ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ആ ഐഡിയ ചീറ്റിപ്പോയി എന്ന് തന്നെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എങ്ങനെ നോക്കിയിട്ടും വീണ ജോർജിനെ KSUക്കാർ ഉപദ്രവിക്കുന്നതായിട്ട് ഈ വീഡിയോയിൽ എങ്ങും കാണാൻ പറ്റുന്നില്ല.